ഇന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഇറച്ചി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയുള്ള സബോളയെല്ലാം എരിഞ്ഞു വെച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറി വെച്ച് വെക്കുവാണെങ്കിൽ നാളത്തേക്കും കറിയാകുമല്ലോ എന്ന് ഓർത്തു കേട്ടോ. ഇത് 1-2 ദിവസം മുമ്പേ എടുത്ത വീഡിയോസാണ് കേട്ടോ. സുഖമില്ലായിരുന്നു, വീണ്ടും എനിക്ക് ഫിക്സ് പോലെയൊക്കെ വന്നു. അങ്ങനെ സുഖമില്ലായിരുന്നതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റില്ല കേട്ടോ. അതാണ് ഇപ്പം താമസിച്ച വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്താ നമ്മൾ ആദ്യം അതെല്ലാം അരിഞ്ഞിട്ട് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സെപ്പറേറ്റ് അല്ല, സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വരട്ടുന്നത്. അപ്പോൾ വരട്ടുമ്പം തന്നെ ഒരു അല്പം നമ്മൾ ഉപ്പും കൂടി ഇട്ടാണ് വരട്ടിയെടുക്കുന്നത് കേട്ടോ. കോഴി കഴുകി ഈ പ്രാവശ്യം പീസുകളാക്കി തന്നെയാണ് മേടിച്ചത്. അങ്ങനെ കഴുകി വാരി കോരിയിൽ വെള്ളം പോകാൻ വെച്ചു. അങ്ങനെ നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചപ്പം ചെറുക്കായിക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചായ ഇടാൻ നിന്നു. അങ്ങനെ എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ചായ കുടിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ സബോളയും കാര്യങ്ങളൊക്കെ വരണ്ടതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. ചിക്കൻ മസാല ഉൾപ്പെടെ എല്ലാം ചേർത്ത് നമ്മൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് വരട്ടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളിയുടെ വരണ്ടിട്ട് വേണം നമുക്കിനി അടുത്ത സാധനങ്ങൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താനും ഓൺലൈൻ ഓപ്ഷൻ അമർത്താനും മറക്കല്ല. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞാൻ മകൾക്ക് ഒഴിച്ചു കൊടുത്ത് ഞാനും കുടിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പും തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വാരി റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തപ്പം ഒന്ന് നിലത്ത് പോയി കേട്ടോ. ഞാനതും എല്ലായിടത്തും ഒന്ന് കഴുകി എടുത്ത് റെഡിയാക്കി വെച്ച് നമുക്ക് ഇനി താഴെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാൻ നിർത്തത് വാങ്ങി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് വെള്ളം തന്നെ ഇരുന്ന് ഇത് ചിക്കനിൽ നിന്ന് വെള്ളം താനെ ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത് ചിക്കൻ കറി എല്ലാം റെഡിയാക്കി വെള്ളമൊക്കെ ചേർത്ത് അത് വേഗം വെച്ചു കേട്ടോ. എനിക്ക് 2 മീൻ വറുത്തു കേട്ടോ. ചിക്കനൊന്നും ഞാൻ കൂട്ടാത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് 2 മീനും വറുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെയായി. അപ്പോൾ ഇന്ന് വൈകിട്ടും കൂട്ടാം, നാളെയും കൂട്ടാമല്ലോ കറികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ എടുത്ത് അസ്സലാമു അലൈക്കും.